ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഗൗതം റിയാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മുടെ ഒരു എപ്പിസോഡ് 51 ആണ് കേട്ടോ. അപ്പൊ ഇത്രയും ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഒരു 50 ദിവസം കഴിഞ്ഞിട്ടും അവിടെ ഉള്ളവർക്ക് ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് കാര്യം. കാരണം വളരെ മനോഹരമായ ഒരു ബോട്ടിൽ ടാസ്ക് കൊടുത്തിട്ട് പോലും 2 റൗണ്ടും റദ്ദാക്കിയാണ് ചെയ്തത്. ആ റദ്ദാക്കിയതിൽ പോലും അവരുടെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതായത് അവര് സ്വന്തമായിട്ട് കളിക്കുന്നതിലും കൂടുതൽ നോക്കുന്ന മറ്റൊരാൾക്ക് അതിൽ കിട്ടാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് അവർ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നതായിട്ട് തോന്നിയത് കേട്ടോ. അതുകൊണ്ട് എന്ത് പറയാനോ, ഒന്നും പറയാനില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ല. അതേപോലെ തന്നെ കിട്ടുന്ന ടാസ്കിൽ കൊടുക്കുന്ന സാധനങ്ങൾ വരെ, തിന്നുന്ന സാധനമാണെങ്കിൽ അതെടുത്തുകൊണ്ട് പോവുക, അതെടുത്ത് കുടിക്കുക, അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. എനിക്ക് തോന്നുന്നു ഇവർ തിന്നാനും കുടിക്കാനും കുറെ അലമ്പുണ്ടാക്കാനും മാത്രമായിട്ടാണ് ഈ ബിഗ് ബോസ് വന്നേക്കുന്നതെന്ന് തോന്നുന്നു. അതും നമ്മുടെ ബിഗ് ബോസ് വിളിച്ച് പറയുന്നുണ്ട്, പ്രോപ്പർട്ടി ഒക്കെ ഈ ഒരു ടാസ്കിനുള്ളതാ, അതെടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കരുത്, അത് കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടും ആരും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ഈ പ്രാവശ്യം ബിഗ് ബോസിന് പോലും ഒരു വില കൊടുക്കാത്ത രീതിയിലാണ് പലരും പെരുമാറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നെവിൻ എന്ന് പറയുന്ന ടാസ്കിന്റെ ഇടയിൽ ചുമ്മാ ഓരോന്ന് ജ്യൂസ് എടുത്ത് കുടിക്കുകയായിരുന്നു. അല്ല, നെവിൻ മാത്രമല്ല, എല്ലാവരും ഉണ്ട്. ഇപ്പൊ അഭിലാഷ് ആണെങ്കിലും ആദില ആണെങ്കിലും ഇവരൊക്കെ ബിഗ് ബോസ് വിളിച്ചിട്ട് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒന്നും തന്നെ പറയാനില്ല ഇതിനെ പറ്റിയിട്ട്. പിന്നെ നമുക്ക് എന്തായാലും നേരെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോവാം. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ പറയാമല്ലോ. അപ്പം ഇന്നത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാല് മെയിൻ ആയിട്ട് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോട്ടിൽ ടാസ്ക് ആയിരുന്നു. അപ്പൊ അതില് ബിഗ് ബോസ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ബോട്ടിൽ ഫാക്ടറി ആയിട്ട് വീട് മാറുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിൽ ഓറഞ്ച് ജ്യൂസും ഉണ്ട്, അതേപോലെ തന്നെ ലെമൺ ജ്യൂസ് ഉണ്ടാക്കുന്ന 2 ഫാക്ടറീസ് ആണ്. പിന്നെ 2 ഓണേഴ്സ് ആണ് വേണ്ടത്. അപ്പം ലെമൺ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഒരു ഓണർ വേണമെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഒരു ഓണർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ലെമൺ ജ്യൂസിന് തെരഞ്ഞെടുക്കുന്നത് അനീഷിനെയും ഓറഞ്ച് ജ്യൂസിന് തെരഞ്ഞെടുക്കുന്നത് നമ്മുടെ നെവിനെയാണ്. അപ്പൊ റൂൾസ് എന്തൊക്കെയാന്ന് വെച്ചാൽ 11 പേരാണ് ഈ ഒരു ഏജന്റുമാരായിട്ട്, അതായത് ബോട്ടിൽ ഏജന്റ് ആയിട്ടാണ് 11 പേര് നിൽക്കേണ്ടത്. ബാക്കി 2 പേര് ഓണേഴ്സ് ആണ്, പിന്നെ 2 പേര് ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സ് ആയിട്ടാണ് വരുന്നത്. അതിൽ സെലക്ട് ചെയ്തേക്കുന്നത് നമ്മുടെ അനുവിനെയും ജിഷിനെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അത് ബിഗ് ബോസ് ഡയറക്റ്റ് തന്നെ സെലക്ട് ചെയ്തതാണ് കേട്ടോ, അനുവിനെയും ജിഷിനെയും ആയിട്ട്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഈ ഒരു ബോട്ടിൽ ഏജന്റേഴ്സ് ആണ്. അപ്പൊ ഇവരെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇവർക്ക് ബിഗ് ബോസ് ഒരു ചാക്കിൽ ബോട്ടിൽസ് കൊടുക്കും. അതായത് ബസർ അടിക്കുമ്പോൾ ബോട്ടിൽ വരും. ഇവരെല്ലാവരും കൂടെ പോയി അതിൽ നിന്ന് ബോട്ടിൽ എടുക്കണം. ബോട്ടിൽ എടുത്തിട്ട് വന്നിട്ട് എത്ര ബോട്ടിൽ, ഓരോരുത്തർക്ക് എത്ര ബോട്ടിൽ കളക്ട് ചെയ്യാൻ പറ്റും, ആദ്യം 50 ബോട്ടിൽ എങ്ങാണ്ടായിരുന്നു കേട്ടോ കൊടുത്തത്. അപ്പം ഓരോരുത്തരും പോയി അവരുടെ ഒരു കഴിവനുസരിച്ച് ഓടിപ്പോയി ബോട്ടിൽ ഇതിൽ നിന്ന് പറക്കി എടുക്കുക, വരിക. എന്നിട്ട് ബോട്ടിലെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ വാഷ്റൂം ഏരിയയിൽ പോയി വെള്ളം എടുത്തിട്ട് വന്നിട്ട് കൊടുത്തിരിക്കുന്ന ബ്രഷും പിന്നെ അതേപോലെ ക്ലീനിങ് ലിക്വിഡ് ഉപയോഗിച്ച് ബോട്ടിൽ നല്ല രീതിയിൽ കഴുകി ഒരു ടവൽ കൊടുത്തിട്ടുണ്ട്. ആ ടവലിൽ വെച്ച് തന്നെ ഉണക്കിയാണ് ചെയ്യേണ്ടത്. ഉണക്കിയിട്ട് ഈ ഒരു ബോട്ടിൽസ് കൊണ്ടുവന്ന് നമ്മുടെ ഓണേഴ്സ് ആയിട്ടുള്ള നെവിൻ്റെ അടുത്തും അനീഷിന്റെ അടുത്തും ഇവർ കൊടുത്ത് ചെക്ക് ചെയ്ത് ഈ ബോട്ടിൽസ് ചെക്ക് ചെയ്തിട്ട് ഒരു ഡീൽ ഉറപ്പിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഈ ഓണേഴ്സ് ആയിട്ടുള്ള നെവിനും അനീഷിനും 10 മിനിറ്റ് ടൈം കൊടുക്കും. ഈ ടൈമിനുള്ളിൽ ഇതിൽ ഈ ഒരു പൊടി കൊടുത്തിട്ടുണ്ട്. ആ പൊടി ഇപ്പം ഓണേഴ്സ് അവരുടെ ഒന്ന് ലെമണും ഒന്ന് ഓറഞ്ചും ആയിരിക്കുമല്ലോ, അപ്പൊ അത് കലക്കിയിട്ട് നമ്മുടെ ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സിന്റെ അടുത്ത് ഇവർ കൊണ്ടുവന്ന്, അതായത് ഈ ഓണേഴ്സ് ആണ് കൊണ്ടുവന്ന് കൊടുക്കേണ്ടത്. ഓണേഴ്സ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇതിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ടേസ്റ്റ്, ഹൈജീൻ, അതേപോലെ തന്നെ ക്വാണ്ടിറ്റി, അളവൊക്കെ ഉണ്ടല്ലോ, ഒരു എക്സ്പോർട്ട് ക്വാളിറ്റി ലെവലിൽ വരുന്ന രീതിയിലുള്ള ആ ഒരു ക്വാളിറ്റി എല്ലാം നോക്കിയിട്ട് ഇവർ അപ്രൂവ് ചെയ്യുന്നത് അനുസരിച്ചായിരിക്കും ഈ ബിഗ് ബോസ് കോയിൻ നമ്മുടെ ഓണേഴ്സിന് കൊടുക്കും. ഓണേഴ്സ് അത് നമ്മുടെ ഈ ഒരു ഏജന്റുമാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അവരുടെ ഇഷ്ടത്തിന് കൊടുക്കാം എന്നാണ് ഈ ഒരു ടാസ്ക് വരുന്നത്. അപ്പോ ഇതിൽ ഉള്ളൊരു സംഭവം പറയാനായിട്ടാണെങ്കിൽ ഇത് ടാസ്ക് തുടങ്ങുന്നുണ്ട്. ടാസ്ക് തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ലൈവിൽ കാണിച്ചത് എന്താണെന്ന് ഞാൻ പറയാം. നമ്മുടെ ആര്യൻ പോയി ഇതിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട്, ചാക്ക് എടുക്കുകയല്ല വേണ്ടത്. ചാക്കിനകത്തുനിന്ന് ഈ ഒരു ചാക്കിലാണല്ലോ ബോട്ടിൽ വരുന്നത്, ചാക്കിനകത്തുനിന്ന് ഈ ബോട്ടിൽസ് ആണ് ഇവരെല്ലാവരും കൂടെ, എങ്കിലാണല്ലോ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്ന പോലെ ഒരു പ്രശ്നവും കോൺസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇതെന്ത് ചെയ്തെന്ന് വെച്ചാൽ ആര്യൻ വന്നിട്ട് ഉടനെ ചാക്ക് എടുത്തിട്ട് വന്നിട്ട് എല്ലാവർക്കും ഈക്വലി 2 വെച്ചിട്ട് അങ്ങ് കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇതല്ല ഗെയിം,
ചാക്ക് വരുമ്പം ചാക്ക് എടുക്കാൻ പാടില്ല, ചാക്കിനകത്തുള്ള ബോട്ടിൽസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും ഗെയിം തുടങ്ങുന്നു, പോയി എടുക്കുന്നു. അങ്ങനെ പലർക്കും പല ഇത് കിട്ടുന്നുണ്ട്. ഒണിയലിനും അഭിലാഷിനും എങ്ങാണ്ട് ഓരോന്ന് വെച്ചിട്ട് എങ്ങാണ്ട് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ബാക്കി 6 ഒരു 7 ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് ഇവർ ചെയ്യുന്നുണ്ടെങ്കിലും ഫുൾ അലമ്പാണ് കേട്ടോ. കാരണം നമുക്കൊന്നും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. ഇവര് എല്ലാരും അവിടെ ഇവിടെ കിടന്ന് ചിലച്ചുകൊണ്ടിരിക്കുക അല്ലേ. അതായത് അവർക്ക് കിട്ടുന്ന ബോട്ടിൽ കഴിയുന്നതിനെയും കാട്ടി അവര് മുൻഗണന കൊടുക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചലപ്പിക്കുന്ന. അതെ, അതും ഈ ബോട്ടിലൊക്കെ ഇവരിങ്ങനെ ഈ പെട്ടെന്ന് ഇങ്ങനെ എടുക്കാൻ നേരത്തെ ഇതിൽ നിന്ന് ഭയങ്കരമായിട്ട് ചളുങ്ങിയിട്ടൊക്കെ ആണല്ലോ ബോട്ടിൽ വരണേ. അപ്പൊ അത് നിവർക്കാൻ നിൽക്കണം. കാരണം ക്വാളിറ്റി ചെക്ക് വരുമ്പോൾ ചളുങ്ങിയ ബോട്ടിലൊന്നും എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ വരത്തില്ലല്ലോ. അപ്പൊ അതൊക്കെ നിവർത്താൻ നിൽക്കണം. പിന്നെ ആരെയാണെങ്കിൽ ഊതി ബോട്ടിൽ ഉണക്കും. ബോട്ടിൽ ഡ്രൈ ആയി വേണം അവിടെ എത്താൻ. അപ്പൊ ഇതിൽ കുറെ എണ്ണമെഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആരെയാണെങ്കിൽ ഊതി ഉണക്കുന്നുണ്ട്. പിന്നെ വാഷ്റൂമിൽ പോയിട്ട് ബ്രഷ് എടുത്തിട്ട് വന്ന് പല്ലിയിരിക്കുന്ന ബ്രഷ് എടുത്തിട്ട് വന്നിട്ടൊക്കെ അത് കഴുകുന്നുണ്ട്. ഒണിയിലും നമ്മുടെ അഭിലാഷാണെങ്കിൽ ടക്കി എടുത്ത് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. അതായത് ഇത് തുടയ്ക്കാൻ കൊടുത്തത്. അവർക്ക് കിട്ടിയ ബോട്ടിലിന്റെ എണ്ണം കുറവാണ്. അപ്പൊ എന്തായാലും അവർക്ക് അത് പോയിന്റ്സ് അധികം കിട്ടത്തില്ല എന്നുള്ള ഇത് അവരെങ്ങനെങ്കിലും അലമ്പാക്കാനായിരുന്നു അവർ ഉദ്ദേശിച്ചത്. അതെ, പക്ഷെ അതും എനിക്ക് നല്ലതായിട്ട് തോന്നുന്നില്ലായിരുന്നു. കാരണം ഒണിയിൽ ഒന്നുമില്ലെങ്കിലും ഒരു ഈ ക്യാപ്റ്റൻ കൂടിയാണ്. അപ്പം കിട്ടുന്ന എല്ലാ ടാസ്കും ഇവർക്ക് കിട്ടുന്നത് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇത് റദ്ദാക്കി പോകാനാണ് അവിടെയുള്ള എല്ലാവർക്കും താല്പര്യം കേട്ടോ. അപ്പോ അതത്ര എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര അലമ്പായിട്ടാണ് ഇവർ ചെയ്തത്. അങ്ങനെ ചെയ്ത് ഉണക്കി കഴിഞ്ഞിട്ട് ഗിസയിലാണെങ്കിൽ കഴിവിട്ട് പോലും ഇല്ല കേട്ടോ. കള്ളത്തരം കാണിച്ച് കൊണ്ടുവരികയാണ് ചെയ്തത്. കൊണ്ടുവന്ന് നമ്മുടെ അനീഷിന്റെ അടുത്തും നെവിന്റെ അടുത്തും ഡീൽ ഉറപ്പിക്കുന്നുണ്ട്. അപ്പൊ ഷാനവാസും നമ്മുടെ ആദിലെ നൂറയൊക്കെ കിട്ടിയിട്ട് ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഡീല് നമുക്ക് അനീഷ് ഓണറിന്റെ അടുത്ത് വെക്കാന്ന് പറഞ്ഞിട്ട് ബോട്ടിൽ കൊടുത്തത് അനീഷിന് ഇഷ്ടപ്പെടുമ്പോൾ പറയുന്നുണ്ട് 5 ബോട്ടിലിന് 3 കോയിനും അങ്ങനെ വേണം, അല്ല 5 ബോട്ടിലിനും 3 കോയിൻ വേണമെന്ന് പറഞ്ഞ് ഡീൽ ഉറപ്പിക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ അവിടെ അക്ബറൊക്കെ കിടന്ന് ഓൾറെഡി പറയുന്നുണ്ട് അത് നടക്കില്ല. ഈ ഡീല് ഉറപ്പിക്കാൻ നോക്കുമ്പോൾ അക്ബർ അവിടെ കിടന്ന് പറയുന്നുണ്ട് ഇങ്ങനെ അങ്ങനെയൊന്നും പറ്റില്ല, കാരണം നമുക്ക് കോയിൻ പോലും കിട്ടിയില്ല, അതിന് മുന്നേ ക്രെഡിറ്റ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ഷാനവാസിന് പറയുമ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട്. കാരണം ഈ ബോട്ടിൽ നിങ്ങൾ തരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കോയിൻ തരണമെന്ന് പറയുന്നുണ്ടല്ലോ, പക്ഷെ ഇത് ക്വാളിറ്റി ചെക്കിന് പോകുമ്പോൾ റിജക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഷാനവാസിന് ഞാൻ തരിക എന്ന് ഷാനവാസിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവര് ഷാനവാസ് അപ്പൊ 2 കോയിൻ എന്നൊക്കെ പറയുന്നുണ്ട് ബോട്ടിൽ കൊടുത്തിട്ട്. ഓക്കെ, ഷാനവാസിന്റെ അടുത്ത് ഡീല് അല്ല ഈ ഡീല് സമ്മതിക്കുന്നില്ലായിരുന്നു ആദ്യം അനീഷ് ഷാനവാസ് ഇവിടുന്ന് പോകുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അനീഷ് സമ്മതിച്ചിട്ടില്ല കേട്ടോ, ഡീല് ലാസ്റ്റ് എടുത്തിട്ടില്ല. പിന്നെ ഇതില് അങ്ങനെ ബോട്ടിൽസ് നെവിനും കുറച്ച് കളക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ എന്താ പറയാ അനീഷും കളക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവർക്ക് 10 മിനിറ്റ്സ് ടൈമിൽ ഇവര് ജ്യൂസ് കലക്കി അതിൽ ഒഴിക്കുന്നുണ്ട്. അപ്പൊ ഇതിലുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മള് ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സിന് ഇവർ കൊടുക്കുന്ന ടൈമിൽ ഒരു സാമ്പിൾ ബോട്ടിൽ വെക്കണമെന്നാണ് പറഞ്ഞത്. ആ സാമ്പിൾ ബോട്ടിൽ കറക്റ്റ് ടേസ്റ്റും അതിന്റെ ആ ഒരു ലെവല് ഉണ്ടല്ലോ, ഈ ബോട്ടിൽ വെള്ളം നിറയ്ക്കുന്ന ലെവലും ടേസ്റ്റും ഹൈജീനും നോക്കിയിട്ട് വേണം ബാക്കി ഇവർ കൊടുക്കുന്ന ബോട്ടിൽസ് വിലയിരുത്താൻ. അത് പ്രത്യേകം സാമ്പിൾ ബോട്ടിൽ ഒരു കവറിലാക്കിയിട്ട് കൊണ്ടുവന്ന് കൊടുക്കണമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അനീഷിന്റെ കാര്യത്തിൽ അത് അനീഷ് ചെയ്തിട്ടില്ല, അനീഷ് വിട്ടുപോയി. അപ്പൊ ഇവര് എന്തേ കവർ ഇത് കഴിഞ്ഞിട്ട് ഇവർ കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ. അപ്പം ജിഷൻ ചോദിക്കുന്നുണ്ട് എന്തേ കവർ എന്തേ സാമ്പിൾ ബോട്ടിൽ എന്തേ നോക്കും, സാറിന് ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാമെന്ന് നമ്മുടെ അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ ജിഷൻ പറഞ്ഞ അങ്ങനെയല്ലല്ലോ, നിങ്ങൾ ഈ കൊണ്ടുവരുന്നതിൽ ഏതെങ്കിലും എടുക്കുക എന്നുള്ളതല്ല, സാമ്പിൾ ബോട്ടിൽ തരിക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം, അതില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അനു നോക്കുമ്പോൾ ഓൾറെഡി പറയുന്നുണ്ട് ഒന്നും ഹൈജീനിക് അല്ല, പിന്നെ ഇതിലൊന്നും ലെവല് കറക്റ്റ് അല്ല വെള്ളം. ഇപ്പം നെവിന്റെ ആണെങ്കിലും അനീഷിന്റെ ആണെങ്കിലും ലെവല് കറക്റ്റ് അല്ല വെള്ളത്തിന്റെ. അതേപോലെ തന്നെ അനു ഇങ്ങനെ പിടിച്ച് കമത്തി ഞെക്കി നോക്കുമ്പോൾ ബോട്ടിൽസ് ഒന്നും കറക്റ്റ് ആയിട്ടല്ല പോകുന്നത്, ചളുങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ വെള്ളം വീഴുന്നുണ്ട് തറയില്. അപ്പൊ ഒന്നും എടുക്കാൻ പറ്റില്ല, നമ്മൾ റിജക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് വന്നിട്ട് ഇവിടെയാണെങ്കിൽ ഓണേഴ്സും അതേപോലെ ക്വാളിറ്റി ചെക്കേഴ്സും മാത്രം ഉള്ളൊരു സംസാരത്തിന്റെ ഇടയിൽ ഈ ലേബേഴ്സ് എല്ലാം കൂടെ വന്നിട്ടുണ്ട്, ലേബേഴ്സ് അല്ല ഏജൻസ് എല്ലാം കൂടെ വന്ന് നടക്കുന്നുണ്ട്. അവര് കടന്ന് ബഹളം വെക്കുന്നുണ്ട്. അതായത് ക്വാളിറ്റി ചെക്കേഴ്സും അവരുടെ ഓഫീസിനകത്ത് ഇവർക്ക് അനുവാദമുള്ള ഓണേഴ്സിന് അനുവാദം ഉള്ളപ്പോൾ മാത്രമാണ് കയറാൻ പറ്റത്തുള്ളൂ എന്ന് ബിഗ് ബോസ് എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഓഫീസ് പോലെ ഒരു സെറ്റപ്പാണ്. അപ്പൊ അങ്ങനെയുള്ളിടത്ത് ഈ ഏജൻസുകാരെല്ലാവരും കൂടി വന്ന് കഴിഞ്ഞ ഇടയ്ക്ക് കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് അവിടെ റോളേ ഇല്ല, ഏജന്റുമാർക്ക് അവിടെ ഒരു റോളേ ഇല്ല, ഇല്ലേ? ഓണേഴ്സും ക്വാളിറ്റി ചെക്കേഴ്സും തമ്മിലുള്ള ഡീലിംഗ് മാത്രം, അവിടെ ഇവർക്ക് ഒരു ബന്ധവുമില്ല. പക്ഷെ ഇവർ വന്ന് കിടന്ന് ബഹളം വെക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ട്. കാര്യം ഈ കൊടുത്ത ബോട്ടില് അപ്രൂവൽ ആയാലേ ഇവർക്ക് കോയിൻസ് കിട്ടത്തുള്ളൂ എന്നും വെച്ചിട്ടുണ്ട്. പക്ഷെ ഗെയിമായിട്ട് ഇവർ ആരും എടുക്കുന്നില്ല.
അവര് മറ്റുള്ളവർക്ക് കിട്ടരുത് എന്നുള്ള രീതിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ആ ബോട്ടിൽ ക്യാൻസൽ ചെയ്യിപ്പിക്കാൻ നോക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഒനിയലും അഭിലാഷും ആണെങ്കിൽ ബോട്ടിൽ കിട്ടാത്തതുകൊണ്ട് ഗെയിം എങ്ങനെയെങ്കിലും റദ്ദാക്കണമെന്നും പറഞ്ഞിട്ട് ഈ അനുവിനെയും മൂപ്പിക്കുന്നുണ്ട്. അതെ, അപ്പൊ ഇതില് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ അനു എല്ലാ ബോർഡിലും റിജക്ട് ചെയ്തു കേട്ടോ. അപ്പം ഇതിന്റെ ഇടയ്ക്ക് അനീഷ് പറയുന്നുണ്ട്, എന്റെ ലോണിലാണ് ഞാൻ എടുത്തത്, എന്റെ വർക്കേഴ്സിന് എനിക്ക് ശമ്പളം കൊടുക്കണം, ഏതെങ്കിലുമൊക്കെ എടുക്കൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അനു ഒന്നും തന്നെ എടുക്കുന്നില്ല. അപ്പൊ അനീഷിന് കിട്ടിയ റോള് കറക്റ്റ് ആയിട്ടില്ലേ, ഒരു ഓണം രീതിയിലൊക്കെ കറക്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് കൈവിട്ട് പോയി കേട്ടോ. അത് ഇന്നത്തെ പ്രമോയിലും കാണുന്നുണ്ട്. അപ്പം എനിക്കത് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ജിഷൻ പറയുന്നുണ്ട് എല്ലാം റിജക്ട് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുക്കണം, കാരണം കുറച്ച് അധികം പ്രശ്നമില്ലാത്ത ഏതെങ്കിലുമൊക്കെ എടുക്കണമെന്ന് പറയുന്നുണ്ട്. അനു സമ്മതിക്കുന്നില്ല. ഉടനെ ഇവരെല്ലാം വഴക്കുണ്ടാക്കുന്നുണ്ട്. അനു സമ്മതിക്കുന്നില്ല. പിന്നെ അനുവിന്റെ കാര്യത്തിൽ ഒരു ക്വാളിറ്റി ചെക്കർ എന്നുള്ള രീതിയിൽ പക്കാ നോക്കുവാണെങ്കിൽ കറക്റ്റ് ആണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇതൊരു ബിഗ് ബോസ് ഗെയിമാണ്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ BB ഹോട്ടൽ ടാസ്കിലൊക്കെ കറക്റ്റ് പക്ക നിൽക്കേണ്ട രീതിയൊന്നും ആയിരുന്നില്ലല്ലോ. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കാണുന്നവർക്ക് ഒരു എന്റർടൈൻമെന്റ് ഇല്ലല്ലോ. അപ്പൊ അതേപോലെ അതായത് ബിഗ് ബോസ് ഗെയിമിൽ ആദ്യം ഈ ബോട്ടിൽ കൊണ്ടുവന്നേക്കുന്നത് ഒരു ചാക്കിലാണ്. അതായത് അവിടെ ഒരു സ്ട്രഗിൾ ഉണ്ടാവണമെന്ന് ബിഗ് ബോസ് ടീം ആഗ്രഹിക്കുന്നുണ്ട്. ആ സ്ട്രഗിൾ എന്തായാലും അടങ്ങുമ്പോൾ ബോട്ടിൽ എന്തായാലും ചളങ്ങും. ഇനി എത്രയ്ക്കെന്ന് പറഞ്ഞാലും അടപ്പം എല്ലാം പല വഴിക്കായിരിക്കും നമുക്ക് ഊഹിക്കാന്നുള്ളൂ. പിന്നെ ഇവരുടെ ഓണേഴ്സിന്റെ പേരിലുള്ള മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഒരു സാമ്പിൾ ബോട്ടിൽ ആദ്യം കൊടുത്തു വെച്ചിട്ട് അത് മാത്രം ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളത് അല്ലാതെ കൊണ്ടുവരണമായിരുന്നു. അതുമായിട്ട് ഏകദേശം ഒരു സാമ്യമുള്ള രീതിയിൽ നോക്കണമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ചെയ്യാതെ ഇത് മൊത്തം കൊടുത്തത് അവർ കാണിച്ചൊരു മണ്ടത്തരമാണ്. പിന്നെ അനു ഇത്രയും ഇതായിട്ട് കൊടുക്കണ്ടായിരുന്നു അല്ലേ, ഇത്രയും സ്ട്രിക്റ്റ് ആവണ്ട. കാര്യം ഇത് ബിഗ് ബോസ് ഗെയിം, ഇത് അവിടെ വെച്ച് എൻഡ് ആയി പോയി. അനുവിന്റെ അവിടെ വെച്ചിട്ട് എൻഡ്. അതായത് ഇത് ഫസ്റ്റും തുടങ്ങി സെക്കൻഡ് റൗണ്ടും വന്നിട്ട് അനു ആർക്കും കൊടുക്കാത്തതിന്റെ പേരില് 2 റൗണ്ടിലും റദ്ദാക്കുകയാണ് ചെയ്തത്. അപ്പൊ എനിക്ക് അത് അത്ര ഇങ്ങോട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. കാരണം 2 റൗണ്ടും ഇവരെടുത്ത എഫേർട്ട് വെറുതെ ആയി. കുറച്ചൊക്കെ ഒന്ന് വിട്ടുവീഴ്ച ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അനു ഞെക്കി പിടിച്ച് വെള്ളം പോകുന്നുണ്ടോ നോക്കുമായിരുന്നു. അതായത് ഇത് രണ്ടിലും നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുവരാനാണ് നോക്കേണ്ടത്. വല്ല പോയിന്റ്സും കിട്ടിയിട്ട് ഇന്നത്തെ ഒരു എപ്പിസോഡും അതായത് നാളത്തെ ഒരു എപ്പിസോഡും കൂടെ നോക്കിയിട്ട് ആ ഒരു ഇതിൽ മനസ്സിലായില്ലേ, അടുത്ത ആഴ്ച നോമിനേഷൻ ഫ്രീ നീ ആവണ്ട എന്നാണ് പറയുന്നത്. എനിക്ക് കിട്ടിയില്ല പക്ഷെ നീ ആവണ്ട എന്നുള്ള മൈൻഡിൽ എല്ലാവരും. അല്ല, അതിൽ ഏറ്റവും കൂടുതൽ അവർക്കൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് ഇരുന്ന് ഉള്ള ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അക്ബർ നോമിനേഷൻ ഫ്രീ ആവരുത് എന്നുള്ളതാണ് കേട്ടോ. മെയിൻ ആയിട്ട് ഇവരെന്തിനാണ് ഈ അക്ബറിനെ പേടിക്കുന്നതെന്നുള്ളത് മനസ്സിലാവില്ല കേട്ടോ. അപ്പൊ അക്ബർ നല്ലൊരു ഗെയിമർ ആണെന്ന് ഇവര് തന്നെ തെളിയിക്കുന്ന പോലെയാണ് അതായത് എല്ലാരും പേടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് ഫസ്റ്റ് റൗണ്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എന്താണ് ഏതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ക്വാളിറ്റി ചെക്കേഴ്സ് പറയുന്നുണ്ട്. അപ്പം മനു പറയുന്നുണ്ട് ആർക്കും കൊടുക്കാൻ പറ്റില്ല. ജിഷൻ പറയുന്നുണ്ട് അങ്ങനെയല്ല, ചളുക്കൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും ഉണ്ട്. അപ്പം അല്ലാതെ ക്വാളിറ്റിയും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, കൊടുക്കാന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ആദില വന്ന് ജ്യൂസ് എടുത്ത് ഇതിൽ നിന്നൊക്കെ കുടിക്കുന്നുണ്ട്. എല്ലാരും കുടിക്കുന്നുണ്ട്. ബിഗ് ബോസ് അത് അനൗൺസ് ചെയ്യുന്നുണ്ട്. അവസാനം ബോട്ടിൽസ് ഒന്നും ഇല്ല, അനീഷ് എല്ലാം എടുത്ത് എറിഞ്ഞ് എല്ലാം പോയി കിട്ടും. അവസാനം 4 ബോട്ടിൽ ഉണ്ടെന്ന് ജിഷൻ പറയുമ്പോൾ ചോദിക്കുന്നു ബോട്ടിൽസ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ പറയുന്നു ബോട്ടിൽസ് ഇല്ല. അപ്പൊ പിന്നെ ഗെയിം റദ്ദാക്കിയെന്ന് നമ്മുടെ ബിഗ് ബോസ് ഇവർ അപ്രൂവൽ ചെയ്ത ബോട്ടിൽ സഹിതം വരെ ഇവർ എടുത്തു വന്ന് കുടിക്കുകയും എടുത്തു കൊണ്ടുവന്ന് ഫ്രിഡ്ജ് വെക്കുകയും ചെയ്യും. പിന്നെ എങ്ങനെ ബോട്ടിൽ കാണുന്നത്? ഇത് അപ്രൂവൽ ചെയ്തിട്ടുള്ള കുപ്പി ബോട്ടിൽസ് ബിഗ് ബോസിനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ബിഗ് ബോസ് കോയിൻസ് കൊടുക്കുന്നത്. ഇത് സാധനം ഇല്ല. അപ്പൊ അങ്ങനെ കളി റദ്ദാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒണിയിലും അഭിലാഷും മനുവിന്റെ തീരുമാനം അടിപൊളി എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ അക്ബറും ഷാനവാസും ഒക്കെ ഒണിയിലിന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ചീഫ് ഗെയിമാണ് അങ്ങനെ റദ്ദാക്കി എല്ലാം വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഒണിയിൽ അക്ബറിനോട് പറഞ്ഞാൽ നീ പണിപ്പുരയിൽ പോകണ്ട, നീ നോമിനേഷൻ ഫ്രീ ആവേണ്ട, അത് തന്നെയാ ഗെയിം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് അക്ബർ പറയുന്നുണ്ട് ആര്യനോട് പോയി ഒണിയിലും അഭിലാഷും ഒരു ഡീല് വെച്ചു. അതായത് ആര്യൻ എടുക്കുന്ന കുപ്പികൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഈക്വൽ ആയിട്ട് എടുക്കാന്ന് പറയുന്നത് അതൊക്കെ ഭയങ്കര ചീപ്പായിട്ട് തോന്നി. അവരവര് കളിച്ച് പിന്നെ ഇതൊരു ഗെയിമാണ്, അങ്ങനെയൊക്കെ ചെയ്യാം. എങ്കിലും നമ്മുടെ എഫേർട്ടാണ്. പക്ഷെ നമ്മൾ വലിയ ആൾക്കാർ നമ്മളൊക്കെ വ്യൂവേഴ്സ് കാണുന്നുണ്ട്, അതെങ്ങനെ വിലയിരുത്തുമെന്നും കൂടി നോക്കണം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ടോ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ലൈവില് എപ്പിസോഡിൽ വളരെ കുറവാണ് കാണിച്ചത്. ലൈവില് കാണിക്കുന്നുണ്ടായിരുന്നു ഇവര് പോയി ഫുഡൊക്കെ കുക്കാനൊക്കെ തുടങ്ങി, കാരണം ഇനി ഗെയിമില്ലെന്ന്. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഇനി സെക്കൻഡ് റൗണ്ട് ആണ് നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ സെക്കൻഡ് റൗണ്ടും നടന്നു. സെക്കൻഡ് റൗണ്ടിലും ഇതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് നടന്നത്. ഒന്നും റിപ്പീറ്റ് തന്നെ നടന്നെന്ന് പറയും, പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ബിഗ് ബോസ് ടീം എന്ന് പറയുന്നത് അവർ ഇത്ര ആലോചിച്ച് അതിനുള്ള സാധനങ്ങൾ ഉണ്ടാക്കി ഒരു ടീമിനെ വെച്ച് തന്നെയല്ലേ. ഇപ്പൊ ടീമിലാണെങ്കിൽ കൂടി അവർ ആ ബോട്ടിൽസ് എല്ലാം പർച്ചേസ് ചെയ്ത് അത് മേടിച്ച് ഇവർക്ക് വേണ്ടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ ഗെയിം ഒരു 10-15 മിനിറ്റിനുള്ളിൽ കുളമാക്കി കൈ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുക്കുന്ന എഫേർട്ടിന് ഒരു പുല്ല് വിലയല്ലേ കൊടുക്കുന്നത്. ബിഗ് ബോസ് ഗെയിമാ അത്.
ബിഗ് ബോസ് ഗെയിമേ നടക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തോ ഗെയിം ബിഗ് ബോസ്. അതെ, അപ്പോ ഇതിലിപ്പോ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സെക്കൻഡ് റൗണ്ടും ഇതേ സെയിം കാര്യങ്ങളൊക്കെ തന്നെ റിപ്പീറ്റ് ആയിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഇവര് ജ്യൂസ് എടുത്ത് കുടിക്കുന്നുണ്ട്, വെക്കുന്നുണ്ട്. ഇതൊക്കെ നെവിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഗെയിമും ഇല്ലായിരുന്നു. നെവിനൊന്നും നെവിനൊക്കെ എന്തിനാണോ തിന്നാനായിട്ട് വന്നെനിക്ക് പിന്നെ ഇറങ്ങി അങ്ങ് വിടൂ, നല്ലത് വേറെ ഒന്നും പറയാനില്ല. ഗെയിമിലും തീറ്റി, അല്ലേലും തീറ്റി, പിന്നെ കിടന്ന് ഉറക്കം, പിന്നെ ലാലേട്ടൻ വന്ന ആ എപ്പിസോഡിലും ഫ്രണ്ട് ഇരുന്ന് തീറ്റി. ഇതിന് തിന്നാനാണെങ്കിൽ എന്തിനാ ഇവനൊക്കെ കയറി വന്നേന്നാലോചിക്കുന്നത്. അപ്പോ ഭയങ്കര ബോറായിരുന്നു. ഒരു ഓണർ എന്നുള്ള രീതിയിലും എല്ലാത്തിലും നെവിൻ ഭയങ്കര ബോറാണ്. ഒരു ടാസ്കും അങ്ങനെ കൃത്യമായിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നെവിൻ. അങ്ങനെ ഇതേ സെയിം കാര്യമാണ്. അപ്പൊ അനു പറയുന്നുണ്ട് ലെമണിന്റെ ഒരു ജ്യൂസ് മാത്രം കുഴപ്പമില്ല കൊടുക്കൂന്ന് പറയുന്നുണ്ട്. അപ്പൊ ഓപ്പോസിറ്റ് ടീം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതിൽ സ്ക്രാച്ച് ഉണ്ടല്ലോ, ലീക്ക് ഇല്ലെന്നുള്ളതല്ലേ ഉള്ളൂ, അപ്പൊ സ്ക്രാച്ച് ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടാമത്തെ റൗണ്ടിലും ജിഷൻ പറയുന്നുണ്ട് ഇപ്പം ലെമണിന് 2ഉം മറ്റേ ഓറഞ്ചിന് 3ആയിട്ട് കൊടുക്കാൻ റെഡിയാകുന്നൊക്കെ പറയുമ്പോൾ അനു സമ്മതിക്കുന്നില്ല. വീണ്ടും രണ്ടാമത്തെ റൗണ്ട് റദ്ദാക്കിയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് മെയിൻ അവിടുത്തെ പരിപാടി എന്താ, ഫുഡ് കഴിക്കാൻ ഓടി പോവുക. അങ്ങനെ അവിടെ കുക്കിംഗ് നടക്കുന്നുണ്ട്. അപ്പം ഗീസയിൽ വന്നിട്ട് പറയുന്നുണ്ട് വിശക്കുന്നുണ്ട്, 2 ചപ്പാത്തി തരുമെന്ന് പറയുമ്പോൾ അപ്പൊ ജിഷൻ പറയുന്നുണ്ട് അങ്ങനെ തരാനൊന്നും പറ്റില്ല, ഇവിടെ എല്ലാവർക്കും ഈക്വൽ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഗീസയിൽ പറയുന്നുണ്ട് എന്റെ ചോറ് നെവിനെടുത്ത് കഴിച്ചു, അപ്പൊ എനിക്ക് വിശക്കുന്നു, 2 ഇത് തരാൻ പറയും. അപ്പൊ ബിന്നി പറയുന്നുണ്ട് എല്ലാവർക്കും ഇവിടെ ഈക്വൽ ആയിട്ടാണ്, എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത്, ഇവിടെ ആർക്കും പ്രത്യേകത ഇല്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഗീസയിൽ ഉടായിപ്പാണെങ്കിലും എനിക്ക് പറയാനുള്ള ഇത് ഫുഡാണ്. പലർക്കും വിശപ്പ് പല രീതിയിലല്ലേ. അപ്പൊ ഓൾറെഡി അവിടെ ചപ്പാത്തി ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ 2 ചപ്പാത്തി അവർ ചോദിക്കുമ്പോ ആയിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്നതിനൊക്കെ എന്തിനാണ് ഈ പിടിവാശി എന്നുള്ളത് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഗീസയിൽ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഫുഡ് ഓൾറെഡി അവിടെ ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഗീസയിൽ 2 ചപ്പാത്തി തരൂ വിശക്കുന്നെന്ന് പറയുമ്പോ അത് പറ്റില്ല എന്ന് പറയുന്നത് എന്താണെന്നറിയാം. ഇവര് കൂടെ മത്സരിക്കുന്ന ആൾക്കാരാണ്. ഗീസയിൽ ഇപ്പം ഇങ്ങനെ ഓരോന്ന് ഒളിപ്പിച്ച് വെക്കുക, പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നെവിൻ എടുത്ത് കഴിച്ചെന്ന് പറഞ്ഞാൽ അത് അലോ ചെയ്തിട്ടാണ് കഴിക്കുന്നത്. എന്നിട്ട് അനങ്ങായിരുന്നിട്ട് പിന്നെ ഒന്ന് പറയും നെവിൻ എടുത്ത് കഴിച്ചുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കഴിക്കാം എന്നുള്ള എക്സ്ക്യൂസ് പറയാൻ വേണ്ടിയാണ് ഗിസേലി നിൽക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഗിസേൽ എന്തോ ബാഡ് വേർഡ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പുറത്തേക്ക് ലക്ഷ്മിയും പിന്നെയൊക്കെ അങ്ങനെ പറയാൻ പാടില്ലെന്ന് പറഞ്ഞ് എതിർക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ ലക്ഷ്മിയുടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ LGBTQ-നെ എതിരായിട്ട് സംസാരിച്ച ഒരാളെന്നില്ല എന്ന് പറഞ്ഞിട്ട് കിച്ചൺ വർക്ക് ആസ് യൂഷ്വൽ അവിടെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ഗിസേൽ പോയി ബെഡിൽ ഇരുന്ന് എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ എന്തൊക്കെയോ വലിച്ചു വാരി ബീൻസ് വലിച്ചു പറിച്ച് വെളിയിലിട്ടിട്ട് അത് എടുത്തിട്ട് വീണ്ടും പറക്കെടുത്ത് തിരിച്ചിടുന്നുണ്ട്. അതിന് ആരെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഗിസേലിന്റെ ജോലി ചെയ്യാൻ ഒരാൾ അല്ലല്ല. ഇന്ന് ആര്യൻ നന്നായിട്ട് മാറി കേട്ടോ. ആര്യനും ഗിസേലും തമ്മിൽ ഇതിന്റെ ഇടയ്ക്ക് ഒരു വഴക്കുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ആര്യൻ കുറച്ച് മാറുന്നുണ്ട്. എന്തായാലും നമുക്ക് കണ്ടറിയാം. പക്ഷെ ഈ ആഴ്ച നിൽക്കുമെന്ന് അറിയത്തില്ല. പിന്നെ ഇവിടെ നൂറയും ആദിലയും കൂടി ഇരുന്ന് അനുവിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അക്ബറിന് നീ അനീഷിന് കൊടുത്താലും കുഴപ്പമില്ല, നെവിന്റെ ടീമിന് കൊടുക്കരുത്, കാരണം അക്ബർ നെവിനാണ് കൊടുക്കുന്നത്. അപ്പം നെവിൻ നോമിനേഷൻ ഫ്രീ ആവരുത്, അല്ല നെവിൻ അല്ല കേട്ടോ, അക്ബർ നോമിനേഷൻ ഫ്രീ ആവരുത്, അനീഷ് ആയാലും കുഴപ്പമില്ല, അപ്പൊ നീ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നത് അതും വളരെ ബാഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഗെയിം കളിക്കാം, പക്ഷെ അതൊരു ഫെയർ ഗെയിം എന്ന് പറയുമ്പോൾ കളിച്ച് നേടുക, അല്ലാതെ ഇങ്ങനെയൊക്കെ അല്ല. ഇച്ചിരി കളിച്ച് നേടിയില്ലേ, അങ്ങനെയൊക്കെ നേടുന്നത് തന്നെ ഒരു അന്തസ്, അല്ലാതെ നേടുന്ന ഒരു അന്തസ്സില്ല, ആ ഒരു വില കാണത്തില്ല. നിങ്ങൾ ആയിരിക്കും പ്രീവിയസ് സീസണിൽ ജേതാക്കന്മാരെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ആ ഒരു അന്തസ് കാണത്തില്ല. അതെ, ഇതിപ്പം എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ആദിലയും നൂറയുടെയും കാര്യത്തിലാണ്. അവര് തന്നെ അക്ബറിനോട് പോയി ഷാനവാസിനെ കുറിച്ച് കുറ്റങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പൊ പറയുന്നത് എന്തോ അക്ബറിനെതിരായിട്ട് അക്ബർ എന്തോ വലിയ പാപം ചെയ്തണക്കെ ആദില നൂറ പറയുന്നത്. ഇതിൽ ആദില ലൈവില് പറയുന്നുണ്ടായിരുന്നു അക്ബറിന്റെ മുഖം കാണുമ്പോഴേ അറപ്പ് തോന്നുന്നു എന്നൊക്കെ കേട്ടോ. അപ്പം അതൊക്കെ എത്രമാത്രം ഒരു മനുഷ്യരെ പറ്റി പറയുന്നതൊക്കെ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം എന്തോ നിലപാടിൽ ഉറച്ചു നിൽക്കാത്ത പോലെ മാത്രമല്ല, ഇവരുടെ ഗെയിം എന്ന് പറയുന്നത് അവർക്കെതിരെ സംസാരിക്കുമ്പോൾ അത് പേഴ്സണൽ ആയിട്ടും ഇവര് തിരിച്ച് സംസാരിക്കുമ്പോൾ അത് ഗെയിമും എന്ന രീതിയിലാണ് ഇവരെടുക്കുന്നത്. അതാണ് അതിന്റെ ഒരു പ്രശ്നം വരുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇതൊക്കെ നടന്നിട്ടുള്ളൂ. പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒരു കാര്യമില്ല, റദ്ദാക്കിയാണ് ചെയ്തത്. ഇന്നത്തെ ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. മിക്കവാറും ഇതും റദ്ദാക്കും എന്നാണ് തോന്നുന്നത്. പിന്നെ കുറെ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടറിയാം. അത്രേ ഇന്നുള്ളൂ കേട്ടോ. അപ്പം അടുത്ത വീഡിയോയുടെ റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിലൂടെ അറിയിക്കുക. അതുവരെയും ബൈ.